ഹലോ ലേണേഴ്സ്, UGC നെറ്റ് മാനേജ്മെൻറ്റിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ആസ് പെർ വോൾട്ടേഴ്സ് മോഡൽ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഗ്രോയിങ് ഫേം വിൽ ഇൻക്രീസ് ഇഫ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഇൻക്രീസ്ഡ്, ബി ഡിക്രീസ്ഡ്, സി കോൺസ്റ്റന്റ് ആൻഡ് ഡി 100%. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വോൾട്ടേഴ്സ് മോഡൽ എന്താണ്? ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് പോളിസി ആ ഫേമിൻ്റെ വാല്യൂവിനെ, ദാറ്റ് മീൻസ് ടോട്ടൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വോൾട്ടേഴ്സ് മോഡൽ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡിവിഡൻഡ് പോളിസി ഒരു ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നത്? അത് ഒരു ഫേമിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും അതേ ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാരണമാണ് എന്നാണ് വോൾട്ടേഴ്സ് മോഡൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു ഫേമിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഫേം അവർക്ക് കിട്ടുന്ന ഏർണിങ്സിൻ്റെ മെജോറിറ്റി പോർഷനും ആ ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അവർ ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്യുന്ന എമൗണ്ട് കൂടുതലായിരിക്കും, അതായത് പേ ഔട്ട് റേഷ്യോ കുറവായിരിക്കും. കിട്ടുന്ന ഏർണിങ്സിൻ്റെ മെജോറിറ്റി പോർഷനും ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ഇനി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കുറവാണെങ്കിലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കിട്ടുന്ന ഏർണിങ്സിൻ്റെ മെജോറിറ്റി പോർഷനും ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്യുന്നു, കുറച്ച് പോർഷൻ മാത്രം റീറ്റെയിൻ ചെയ്യുന്നു, അതായത് പേ ഔട്ട് റേഷ്യോ ഹൈ ആയിരിക്കും. ഇനി റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആണെങ്കിലോ അപ്പോൾ ഫേമിന് എങ്ങനെ വേണമെങ്കിലും ഡിവിഡൻഡ് പോളിസി ഡിറ്റർമൈൻ ചെയ്യാം. കാരണം ഈ ഒരു ഡിവിഡൻഡ് പോളിസി ആ ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കേ. ആസ് പെർ വോൾട്ടേഴ്സ് മോഡൽ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഗ്രോയിങ് ഫേം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഫേംസ് ആണ്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കൂടുന്ന ഫേംസ് ആണ്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ മനസ്സിലായല്ലോ. മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഗ്രോയിങ് ഫേം വിൽ ഇൻക്രീസ് ഇഫ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ്. അപ്പോൾ ഒരു ഗ്രോയിങ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ എപ്പോഴാണ് കൂടുന്നത്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എങ്ങനെ ആകുമ്പോഴാണ്? ഡിക്രീസ് ചെയ്യുമ്പോൾ. ഓക്കെ, കാരണം അവർ മെജോറിറ്റി പോർഷനും റീറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഡിക്രീസ്ഡ്. ഓക്കെ, താങ്ക് യു.